അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബനൂ ഇസ്രായേലിയർ തങ്ങളിൽ അയക്കപ്പെട്ട പ്രവാചകന്മാരോട് കിബിർ കാണിച്ചതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. കിബിർ കാണിച്ചു, ഇസ്തക്ബർത്തും, കിബിർ കാണിച്ചിട്ട് ഫരീഖൻ കദ്ദബ്തും, ചിലരെ നിങ്ങൾ തള്ളിക്കളഞ്ഞു, വ ഫരീഖൻ തക്തുലൂൻ, ചിലരെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അവരുടെ ഈ നടപടിയുടെ ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ കാരണം എന്താണ്? അതാണ് അള്ളാഹു അടുത്തത് പറയുന്നത്. അവരുടെ കുഫറിനെക്കുറിച്ച്, അവരുടെ കിബിറിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. നേരത്തെ അള്ളാഹു അവരുടെ കിതാബിനോടുള്ള അപ്രോച്ചിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കിതാബ് സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതി അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെതാണെന്ന് പറയുകയും അള്ളാഹുവിൻ്റെ പേരിൽ കിതാബ് എഴുതുകയും തുച്ഛവിലക്ക് വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആ നടപടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു വക്കാലു, അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അവിടെ അള്ളാഹു പറഞ്ഞത് ലൻ തമസ്സന നാറു എന്ന, ഞങ്ങളെ തീ സ്പർശിക്കുകയില്ല ഇല്ല അയ്യാമ മഅദൂദ, എണ്ണപ്പെട്ട നാളുകളല്ലാതെ. അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് പേടിയില്ല, അവർക്ക് ശിക്ഷയെക്കുറിച്ച് പേടിയില്ല. ഇവിടെ അള്ളാഹു പറയുന്നു, ഇങ്ങനെ അവർ പ്രവാചകന്മാരെ കൊല്ലുകയും പ്രവാചകന്മാരെ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞു വക്കാലു ഖുലൂബുന ഗുൽഫുൻ, ഞങ്ങളുടെ കൽബ് ഫുള്ളാണ്, മംലൂഅത്തുൻ ഇൽമൻ എന്നാണ് ഒരർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ട് അനുസരിച്ച് ഒരർത്ഥം അങ്ങനെയാണ്. മറ്റൊരർത്ഥം പൊതുവെ പറയപ്പെടാറ് കവേർഡ് ആണെന്നുള്ളതാണ്, മൂടപ്പെട്ടതാണ്, അഥവാ പ്രൊട്ടക്റ്റഡ് ആണ്. മാലിന്യങ്ങളൊന്നും പുറത്തുനിന്ന് വരാത്ത രീതിയിൽ ഞങ്ങളുടെ കൽബ് പ്രൊട്ടക്റ്റഡ് ആണ്, പ്രത്യേകിച്ചൊരു പുറത്തുനിന്നുള്ള നബിയുടെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്നാണ്. അള്ളാഹു പറയുന്നു ബൽ ലഅനഹുമുല്ലാ, എന്നാൽ അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. എന്ത് കാരണം? ബി കുഫ്രിയും, അവരുടെ കുഫർ കാരണം. ഫഖലീലൻ മാ യുഅ്മിനൂൻ, അവർ തീരെ വിശ്വസിക്കുന്നില്ല. ലിറ്റിൽ ദേ ബിലീവ്, ലിറ്റിൽ ദേ ട്രസ്റ്റ്, അവർ തീരെ വിശ്വസിക്കുന്നില്ല. ഒരു നെഗറ്റീവ് സെൻറ്റൻസാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഈ കിതാബ് വന്നപ്പോൾ, ഒരു കിതാബ് വന്നപ്പോൾ എന്നാണ് പറയുന്നത്. ആ കിതാബിൻ്റെ പ്രത്യേകത എന്താ? മുസദ്ദിഖായ കിതാബാണ്, അക്കോർഡിംഗ്ലി വന്നതാണ്. അവരുടെ പക്കലുള്ളതിന് അക്കോർഡിംഗ്ലി വന്നപ്പോൾ, വലമ്മാ ജാഹും കിതാബുൻ, ഒരു കിതാബ് അവരുടെ അടുക്കൽ വന്നപ്പോൾ, മിൻ ഇൻദില്ല, അള്ളാഹുവിൽ നിന്ന്, മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരുടെ പക്കലുള്ളതിനാൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ട, സർട്ടിഫൈ ചെയ്യപ്പെട്ട, അറ്റസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കിതാബ്, അതിന് അക്കോർഡിംഗ്ലി വന്നപ്പോൾ പിന്നെ പറയുന്ന വാ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ഒരു ഹൈഫൺ ഇട്ട പോലെയാണ്, ഹാലാണ് പറയുന്നത്. അവരുടെ അവസ്ഥ എന്തായിരുന്നു? വകാനൂ മിൻ ഖബ്ലു, മുമ്പവരായിരുന്നു, യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, കുഫർ ചെയ്യുന്നവർക്കെതിരിൽ അവർ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നവരായിരുന്നു. അവർ നേരത്തെ സഹായം ചോദിക്കുന്നവരായിരുന്നു ഷിർക്ക് ചെയ്യുന്നവർക്കെതിരിൽ. അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അന്ന യഹൂദ കാനു യസ്തഫ്തിഹൂന അലൽ ഔസി വൽ ഖസ്റജ്, ഔസ് ഖസ്റജ് ഗോത്രത്തിനെതിരെ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ യഹൂദർ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളിലേക്ക് ഒരു നബിയെ അയച്ചിട്ട്, നീ പ്രോമിസ് ചെയ്ത ഒരു നബിയുണ്ടല്ലോ, അതിനെ അയച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നബി വന്നപ്പോൾ ഔസ് ഖസ്റജിലേക്ക് പ്രധാനപ്പെട്ട ആളുകളൊക്കെ, ഗോത്രത്തലവന്മാരൊക്കെ മറ്റുള്ളവരോട് പറയാറുണ്ടായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. ഫഖാല ലഹും മുആദ് ഇബ്നു ജബൽ, ഉദാഹരണത്തിന് മുആദ് ഇബ്നു ജബൽ അവരോട് പറയാറുണ്ടായിരുന്നു. വ ബിശ്ർ ഇബ്നുൽ ബറാ ഇബ്നു മഅറൂർ, ഇവരൊക്കെ അവരോട് പറയാറുണ്ടായിരുന്നു, യാ മാഷറൽ യഹൂദ് ഇത്തഖുല്ലാ വഅസ്ലിമു, യഹൂദരെ നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകുക, നിങ്ങൾ മുസ്ലിം ആകുക എന്നൊക്കെ അവരോട് പറയാറുണ്ടായിരുന്നു. എന്നിട്ട് ഈ വിഷയം ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. ഫഖദ് കുന്തും തസ്തഫ്തിഊന അലൈന ബി മുഹമ്മദ്, മുമ്പ് നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ, വനഹനു അഹ്ലു ഷിർക്ക്, ഞങ്ങളന്ന് അഹ്ലു ഷിർക്കായിരുന്നു, ഞങ്ങളന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ബഹുദൈവ ആരാധകരായിരുന്നു, അക്കാലത്ത് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന കാര്യം അവരെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്ന യഹൂദ ഖൈബറിലെ യഹൂദികൾ ഇഖ്തതലു ഫി സമാനിൽ ജാഹിലിയത്തി മഅ ഗതഫാൻ ഗോത്രക്കാരുമായിട്ട് അവർ യുദ്ധം ചെയ്തു. എന്നിട്ട് ഫഹസമത്തുഹും, അവർ ഇവരെ പരാജയപ്പെടുത്തി, യഹൂദരെ ഗതഫാൻ ഗോത്രം പരാജയപ്പെടുത്തി. ഫഹസമത്തുഹും ഗതഫാൻ ഗോത്രം ഇവരെ പരാജയപ്പെടുത്തിയപ്പോൾ ഫദഅൽ യഹൂദു ഇൻദ ദാലിക, അപ്പോൾ യഹൂദർ ദുആ ചെയ്തു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക എന്ന് പറഞ്ഞിട്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്. ആഖിർ സമാനിൽ, അന്ത്യകാലത്ത്, അവസാന കാലത്ത് നീ പ്രോമിസ് ചെയ്ത നബിയെ ഞങ്ങൾക്ക് അല്ലത്തി വഅത്തന ബി ഇഖ്റാജിഹി ഫി ആഖിരി സമാൻ,
അന്ത്യനാളിൽ നീ പ്രോമിസ് ചെയ്ത നബിയെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ. ഇപ്പോൾ ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ നേതൃത്വം ഉണ്ടാകും എന്നും അള്ളാഹുവിൻ്റെ അപാരമായ സഹായമുണ്ടാകും എന്നൊക്കെ അവർക്കറിയാം. അക്കാര്യം അവർ അറബികളോടൊക്കെ പറയാറുണ്ടായിരുന്നു. അറബികൾ ഇത്തരം ശക്തിയിലൊക്കെ വിശ്വാസം ഇങ്ങനെ അവർ പറയുമ്പോൾ അവരെ സഹോദര ഗോത്രങ്ങളും അല്ലെങ്കിൽ അവരുമായിട്ട് അലയൻസിലുള്ള ആളുകളൊക്കെ ഇതൊക്കെ അവർക്കറിയാം. യഹൂദരിങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ യഹൂദർ വലിയ വീമ്പളക്കാരുണ്ടായിരുന്നു. ഞങ്ങളൊരു നബി വരാനുണ്ട് ആഖിർ സമാനിൽ എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. മാത്രമല്ല അവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു. പല ഒക്കേഷനിലും ആ നബിക്ക് വേണ്ടി അവർ ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അവരുടെ ഹാല്. അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത് വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. എന്നിട്ട് ഫലമ്മാ ജാഅഹും മാ അറഫു, അവർക്കറിയാവുന്ന ഒന്ന് വന്നപ്പോൾ, അറിയാവുന്ന ഒരു സംഭവം, ഒരു നബിയും ഒരു കിതാബൊക്കെ വന്നപ്പോൾ കഫറൂ ബിഹി, അവരതിനെ നിഷേധിച്ചു. അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ലഅനത്ത്. നേരത്തെ പറഞ്ഞു അവരുടെ കൽബ് ഗുൽഫാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ലഅനഹുമുല്ലാഹു ബി കുഫ്രിയും, അവരുടെ കുഫർ കാരണം അള്ളാഹു അവർക്ക് ശാപം നൽകി. ഇവിടെയും പറയുന്നു ഇതും അവരുടെ കുഫറാണ്, ഇതവരുടെ അഹങ്കാരമാണ്. അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് പുറമേ, അവരുടെ ഗോത്രത്തിന് പുറമേ ഒരു നബി വന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഇബിലീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇബിലീസിനും യഥാർത്ഥത്തിൽ കിബിർ കാരണമായിരുന്നു ആദമിനെ അംഗീകരിക്കാതിരുന്നത്. ഇബിലീസിനോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യാതിരുന്നത്? മാ മനഅക്ക എന്നല്ലാഹു ചോദിക്കുന്നുണ്ട്. അല്ലാ തസ്ജുദ ഇത് അമർത്തുക്ക, ഞാൻ കൽപ്പിച്ചപ്പോൾ നീ സുജൂദ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇബിലീസും പറയുന്നത് അനാ ഖൈറും മിൻഹു എന്നാണ്, ഞാൻ അവനേക്കാൾ ബെറ്ററാണ്. ഇങ്ങനൊരു കാരണം കൊണ്ടാണ് അവർ സുജൂദ് ചെയ്യാതിരുന്നത്. നേരത്തെ ആദമിൻ്റെ ഖിസ്സ പറഞ്ഞിരുന്നു നമ്മൾ. അവിടെ ഇബിലീസ് ചെയ്ത ഇബിലീസിൻ്റെ ഷെയ്ത്താൻ്റെ അതേ പണിയാണ് ഇവിടെ ഇവരും ചെയ്യുന്നത്. ഇവരുടെ പക്കലിൽ നിന്നല്ല, ഇവരെ ഗോത്രത്തിൽ നിന്നല്ല എന്നുള്ള ഏക കാരണത്താൽ ഇവർക്കറിയാവുന്ന ഒന്ന്, അതാണ് അള്ളാഹു പറയുന്നത് മാ അറഫു, അവരറിയാവുന്നതാണ് വന്നത്. അപ്പോൾ അവർ കഫറു ബിഹി, അവരദ്ദേഹത്തെ നിഷേധിച്ചു. അതുകൊണ്ട് അള്ളാഹുവിന് നിഷേധികളുടെ മേൽ അള്ളാഹുവിൻ്റെ ലഅനത്ത്. എന്നിട്ട് അള്ളാഹു പറയുന്നു ബിസമാ ഇഷ്തറൗ ബിഹി അൻഫുസഹും, സ്വന്തത്തെ എന്തിനാണോ അവർ വിറ്റത്, എന്തിന് പകരമായിട്ടാണോ അവർ വിറ്റത്, അതെത്ര മോശമാണ്. അഥവാ സ്വന്തത്തെ വിറ്റുകൊണ്ട് അവർ സമ്പാദിച്ചത് എത്ര മോശമാണ്. അവരെ തന്നെ വിറ്റിട്ട് അവർ ഈ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്യുന്ന കിബർ, അല്ലെങ്കിൽ അവർ കാണുന്ന ഭൗതിക നേട്ടം, അതൊക്കെ യഥാർത്ഥത്തിൽ അവരെ വിറ്റുകൊണ്ടാണ് അവർ സമ്പാദിക്കുന്നത്. അതുകൊണ്ട് എത്ര ചീത്തയായ സമ്പാദ്യമാണ്. എന്താണ് അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹു, അള്ളാഹു അവതരിപ്പിച്ചതിനെ കുഫർ, അതിനെ നിഷേധിക്കുക എന്നുള്ളത് അവർ സ്വന്തത്തെ വിൽക്കലാണ്. അങ്ങനെ നിഷേധിച്ചുകൊണ്ട് സ്വന്തത്തെ വിറ്റവരെന്താണോ സമ്പാദിക്കുന്നത് അതൊക്കെ എത്ര മോശമാണ്. എങ്ങനെയാണ് അവർ കുഫർ ചെയ്തത്? ബഗ്യൻ അൻ യുനസ്സിൽ അല്ലാഹു മിൻ ഫളിഹി അലാമ യശാഉ മിൻ ഇബാദി, അള്ളാഹു അവനുദ്ദേശിച്ച അവൻ്റെ ഒരു അടിമക്ക് അവൻ്റെ ഒരു ഫളില്, ആ ഫളില് ഇവിടെ ഉദ്ദേശിച്ചത് അവൻ്റെ പ്രവാചകത്വം, അള്ളാഹുവിൻ്റെ പ്രവാചകത്വം അള്ളാഹു അവനുദ്ദേശിക്കുന്ന ഒരാൾക്ക് നൽകിയതുകൊണ്ട് അതിനാലുള്ള ബഗ്യൻ, അതിനാലുള്ള അസൂയ, ഹസദൻ, ഈർഷ്യയാൽ, അസൂയയും ദേഷ്യവും കലർന്ന ഒരു വികാരമാണ് അവർക്കുള്ളത്. അതാണ് അവരുടെ രോഗം. അത് കാരണത്താൽ കുഫ്ർ ചെയ്തവർ സ്വന്തത്തെ തന്നെയാണ് വിറ്റത്. അങ്ങനെ അവർ സമ്പാദിച്ചത് എത്ര മോശമായ കാര്യമാണ്. ആ കാരണത്താൽ അള്ളാഹു പറയുന്നു ഫബാഉ ബി ഗളബിൻ അലാ ഗളബ്, കോപത്തിൻ്റെ മേലെ കോപം അവർ സമ്പാദിച്ചു. അതിനവർ പാത്രമായി തീർന്നു. അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ മേലെയുള്ള കോപം അവർക്ക് കിട്ടി. അതാണ് അൾട്ടിമേറ്റ്ലി സംഭവിച്ചത്. അവരതിന് പാത്രമായി തീർന്നു. വലിൽ കാഫിരീന അദാബും മുഹീൻ, മാത്രവുമല്ല കാഫിരീങ്ങൾക്ക് നിന്ദ്യമായ വളരെ നിന്ദ്യമായ ശിക്ഷ അവർക്കുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു അവർ കോപമാണ് സമ്പാദിച്ചത്. കോപത്തിൻ്റെ മേലെ കോപം എന്നത് പറഞ്ഞത് ആദ്യം അവർ ഈസാ അലൈഹിസ്സലാമിനെ നിഷേധിച്ചുകൊണ്ടും തള്ളിക്കൊണ്ടും ഒറ്റുകൊടുത്തുകൊണ്ടും അദ്ദേഹത്തെ അംഗീകരിക്കാതിരുന്നുകൊണ്ടും ഒക്കെ ഒരു വലിയ കോപത്തിന് കാരണമായിരുന്നു. അവരുടെ ഒരു തരത്തിലുള്ള അൾട്ടിമേറ്റമായിരുന്നു അത്, ലാസ്റ്റ് പ്രൊഫറ്റായിരുന്നു. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു അവസരം രണ്ടാമത് കിട്ടിയിരിക്കുന്നു. അവരിതുകൂടെ ചെയ്തതുകൊണ്ട് ഗളബിൻ്റെ മേലെ ഗളബ് അവർ സമ്പാദിച്ചു എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനം പറയാറുണ്ട്. അവർ കോപത്തിൻ്റെ മേലെ കോപം സമ്പാദിച്ചു. അള്ളാഹു പറയുന്നു വൈദാ ഖീല ലഹും ആമിനു, അവരോട് വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്താ പറയുന്നത്? നേരത്തെ അവർ പറഞ്ഞിരുന്നു ജനങ്ങളൊക്കെ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ, ജനങ്ങളിപ്പോൾ വിശ്വസിച്ച ഈ കിതാബൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കൂ, ജനങ്ങൾ ഈ ചെയ്യുന്ന പോലെ പ്രവാചകൻ്റെ കൂടെ കൂടി ചെയ്യൂ
എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുക വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നവർ ചോദിച്ചിരുന്നു. ഇവിടെയും അവർ പറയുന്നത് വിഡ്ഢികളെപ്പോലെയൊന്നും ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങളിൽ അവതരിച്ച കാര്യങ്ങൾ, ഞങ്ങളുടെ കിതാബ്, അതിലൊക്കെ ഞങ്ങൾക്ക് ഈമാനുണ്ട്, ഞങ്ങളുടെ പ്രവാചകരെയൊക്കെ ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾക്ക് പുറമേയുള്ളതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. വൈദാഖീല ലഹും മാമിനു ബിമാ അൻസലല്ലാഹു, അള്ളാഹു അവതരിപ്പിച്ചതിൽ ഈമാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അള്ളാഹു അവതരിപ്പിച്ചതിൽ. കാലു, അവർ പറയും നുഅ്മിനു ബിമാ ഉൻസില അലൈന, ഞങ്ങളുടെ മേൽ ഇറക്കിയതിൽ ഞങ്ങൾക്ക് ഈമാനുണ്ട്. വയക്ഫുറൂന ബിമാ വറാഅഹു, അതിന് ബിയോണ്ടായിട്ടുള്ള, അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ ഞങ്ങൾ തള്ളുന്നു. എങ്ങനെ ആയിരിക്കെ? വഹുവൽ ഹക്കു, അത് സത്യമായിരിക്കെ തന്നെയും. അള്ളാഹു പറയാണ്, അവർ തള്ളുന്നൊരു കോലം അങ്ങനെയാണ്. വഹുവൽ ഹക്കു മുസദ്ദിഖൻ ലിമാ മഅഹും, അവരുടെ പക്കലുള്ളതിന് അക്കോർഡിംഗ്ലി ആയിരിക്കുകയും സത്യമായിരിക്കുകയും ആ ഒരവസ്ഥയിലും അവരതിനെ തള്ളുകയാണ്. അതാണ് അവരുടെ അവസ്ഥ. എന്നാൽ അവരോട് ചോദിക്ക്, കാരണം അവർ പറയുന്ന ഞങ്ങളുടെ പക്കലുള്ള, ഞങ്ങൾക്കിറക്കിയതൊക്കെ ഞങ്ങൾക്ക് ഈമാനുണ്ട്, ഞങ്ങളുടെ നബിമാരിലും ഞങ്ങൾക്കിറക്കിയ കിതാബിലൊക്കെ ഈമാനുണ്ട്, ഇതാണ് വാദമെങ്കിൽ അവരോട് ചോദിക്ക്, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ലു, മുമ്പ് നിങ്ങൾ എന്തിനാണ് അമ്പിയാക്കളെ കൊന്നത്? കുറേ പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നല്ലോ, അതെന്തുകൊണ്ടായിരുന്നു? ഇൻ കുന്തു മൂമിനി, നിങ്ങൾ മൂമിനിങ്ങളായിരുന്നെങ്കിൽ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം ഈ ഒരു പ്രവാചകനെ അംഗീകരിക്കാത്തൊന്നുമല്ല, നിങ്ങൾ ബേസിക്കലി ഈ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നില്ല, അവരെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അതാണ് അള്ളാഹു പറഞ്ഞത്, എപ്പോൾ പ്രവാചകൻ വന്നാലും അവർക്കിച്ഛിക്കാത്ത സംഗതിയുമായിട്ട് വന്നാലും, അവരുടെ ഇടയിൽ നിന്ന് വന്നാലും അവർക്ക് കിബിർ തന്നെയാണ്. അവർ കൊല്ലുകയും ചെയ്യും, അവർ നിഷേധിക്കുകയും ചെയ്യും. അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത് പുതിയൊരു പ്രവാചകൻ വന്നതുകൊണ്ടൊന്നുമല്ല, അവരുടെ പക്കലിൽ നിന്ന് ഇറക്കാത്തത് കൊണ്ടുമല്ല, അതൊരു ന്യായമായ കാരണമല്ല, അവർ പറയുന്നത് ശരിയല്ല. ചിലപ്പോൾ തോന്നിപ്പോകാം അവരുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലാത്തത് കൊണ്ട് അവർ ന്യായമായും സംശയം, അതൊന്നുമല്ല. അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇറക്കിയ സമയത്തും അവർ കൊന്നിട്ടുണ്ട്, അവർ അവിശ്വസിച്ചിട്ടുണ്ട്, അവർ തള്ളിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ചോദിക്ക്, എന്തുകൊണ്ടാണ് മുമ്പ് നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നത്? ഇൻകുന്തു മൂമിനി, നിങ്ങൾ മൂമിനിങ്ങളായിരുന്നെങ്കിൽ. അള്ളാഹു പറയുന്നു, വലഖദ് ജാഅക്കും മൂസ ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായിട്ട് മൂസ നിങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ടോ സുമ്മത്തഖത്തുമുൽ ഇജ്ല മിൻ ബഅദിഹി, അദ്ദേഹം കുറച്ച് നേരത്തേക്ക് പോയപ്പോൾ, അദ്ദേഹത്തിൻ്റെ കുറച്ച് അഭാവമുണ്ടായപ്പോൾ നിങ്ങളൊരു കാളക്കുട്ടിയെ സ്വീകരിച്ചു. വഅന്തും ളാലിമീൻ, നിങ്ങൾ അക്രമികാരികൾ ആയിരുന്നു, നിങ്ങൾ അക്രമം ചെയ്തുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അഭാവം ഉണ്ടായപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തു. അപ്പോൾ അതാണ് നിങ്ങൾ, ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കുക, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂസ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുകയും നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട്. അഥവാ ഈ കുഫറും ഇതൊക്കെ നിങ്ങൾ നേരത്തെ കൈക്കൊണ്ടതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അവരുടെ കരാറിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വൈദ് അഹ്ദിന മീസാഖക്കും, നിങ്ങളിൽ നിന്ന് ആ കരാർ വാങ്ങിയിരുന്നു. വറഫഅന ഫൗകക്കും തൂർ പർവ്വതത്തെ നിങ്ങൾക്ക് മുകളിൽ നാം ഉയർത്തി. എന്നിട്ട് അള്ളാഹു കൊടുത്ത കമാൻഡാണ്, ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, നിങ്ങൾക്ക് നൽകപ്പെട്ടത് വളരെ ശക്തിയോടെ നിങ്ങൾ പിടിക്കൂ, അഥവാ അത് വളരെ ഫേംലി എസ്റ്റാബ്ലിഷ് ചെയ്യൂ. വസ്മഉ, നിങ്ങളെല്ലാം കേട്ട് നല്ലപോലെ മനസ്സിലാക്കൂ, നിങ്ങൾ അറ്റൻഷൻ കൊടുക്കൂ, മനസ്സിലാക്കൂ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊക്കെ ഗ്രഹിക്കണം, മനസ്സിലാക്കണം, അറ്റൻഷൻ കൊടുക്കണം, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. ഇതൊക്കെയായിരുന്നു മൂസ പഠിപ്പിച്ചത്. പക്ഷെ അവരുടെ നിലപാടെന്താ? കാലു, ഇവിടെയും കാലു എന്നാണ് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ പറയുന്ന കാലു, അവർ പറഞ്ഞു, അതായത് അവരുടെ നിലപാട് ഇങ്ങനെയായി. അവർ പിന്നീട് മാറിയത് ഈ നിലപാടുകാരായിട്ടാണ്. സമീഅന, ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ സശ്രദ്ധം ശ്രവിക്കുകയും കേട്ടു, അങ്ങനെ ഞങ്ങൾ കേട്ടു, പാസീവ്ലി കേട്ടു. ഇസ്മഉ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സശ്രദ്ധം ശ്രവിക്കൂ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ്ലി അത് മനസ്സിലാക്കൂ. ഇവിടെ അവർ പറയുന്നത് ഞങ്ങൾ പാസീവ്ലി അതൊക്കെ കേട്ടിട്ടുണ്ട്. വാസ്വൈന, പക്ഷേ ഞങ്ങളങ്ങനെ അനുസരിക്കുമെന്നില്ല. എല്ലാം അത് അനുസരണക്കേടും കാണിക്കും. ഞങ്ങൾക്കിഷ്ടമുള്ളതാണ് ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ നിലപാട്. അള്ളാഹു പറയുന്നു, ഉശിരിബു ഫി ഖുലൂബിഹിമുൽ ഇജ്ല, ഇജ്ല് അവരുടെ കൽബിൽ ലയിച്ചു ചേരപ്പെട്ടു. കാളക്കുട്ടി അവരുടെ കൽബിൽ ലയിച്ചു ചേരപ്പെട്ടു. ബി കുഫ്രിയും, അവരുടെ കുഫ്റ് കാരണം, അവരുടെ ഇത്തരത്തിലുള്ള പ്രവാചകന്മാരോട് റെസ്പെക്റ്റ് ഇല്ലായ്മ കാരണം, പ്രവാചകൻ പറയുന്നത് സശ്രദ്ധം ശ്രവിക്കാത്തത് കാരണം അള്ളാഹു അവരുടെ കൽബിൽ കാളക്കുട്ടിയോടുള്ള മോഹം ലയിച്ചു ചേർത്തു. അത് അവരുടെ കുഫ്റ് കാരണമാണ് സംഭവിച്ചത്. അവരും ഒരു അപരാധമായിട്ട് കാണുന്നതാണ്. അള്ളാഹു പറയുന്നു, കുൽ ബീസമായ ഉമർക്കും ബിഹി ഈമാനുക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ എത്ര ചീത്തയാണ്. ഇൻകുന്തു മൂമിനി, നിങ്ങൾ മൂമിനിങ്ങളാണെങ്കിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് ഈമാനേ ഉണ്ടായിരുന്നില്ല. മൂസയുടെ സമയത്തും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈമാൻ ഉണ്ടായിരുന്നില്ല. അള്ളാഹു
ഓരോ നബിമാരെ അയച്ചപ്പോഴും അവരെയൊക്കെ നിങ്ങൾ നിഷേധിക്കുകയും അവരെയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് അവരിലും ഈമാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ വരാത്തത് മാത്രമല്ല നിങ്ങളുടെ പ്രശ്നം എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.